BJP ബംഗാളിലും ആസാമിലും പോണ്ടിച്ചേരിയും അതുപോലെ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഒക്കെ നടത്തിയിരിക്കുന്ന, തമിഴ്നാട്ടിലൊക്കെ നടത്തിയിരിക്കുന്ന റാലികൾ, അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി വന്നിരിക്കുന്ന നേതാക്കൾ, അതിനുവേണ്ടി വന്നിരിക്കുന്ന ചിലവാക്കിയിരുന്ന പണം, അത് വലിയൊരു മഹാസംഖ്യ തന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ പ്രതിദിനം 2000 കോടി രൂപയോളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അച്ചടക്കം എന്തുകൊണ്ടാണ് BJPയും അവരുടെ സഖ്യകക്ഷികളും പാലിക്കാൻ വിസമ്മതിച്ചത്? ഒരു ഭാഗത്ത് അധികാരിവർഗം അവർക്ക് തോന്നിയ മാതിരി ജീവിക്കുന്നു, മറുഭാഗത്ത് ജനങ്ങൾ മുണ്ടുമുറുക്കി ജീവിക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്നു എന്നുള്ള ഒരു ദുരവസ്ഥയിലാണ് ഇന്ന് ഈ രാജ്യമുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ വിജയം ഉറപ്പാക്കിയതിനു ശേഷം, ആസാമും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൈയടക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. ആ ഉപദേശത്തിൽ അദ്ദേഹം പറയുന്നത്, ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം, യുദ്ധം ഇന്ത്യൻ സമ്പദ്ഘടനയെ ഗുരുതരമായിട്ട് ബാധിച്ച ഒരു വിഷയമാണ്. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ പ്രതിദിനം 2000 കോടി രൂപയോളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ചരക്കിൻ്റെ നീക്കങ്ങൾ വലിയ തോതിൽ അത് ബാധിക്കുന്നുണ്ട്. വാഹന ഗതാഗതത്തെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ റുപ്പി, അതിൻ്റെ മൂല്യം വല്ലാതെ കുറയുന്നുണ്ട്. ഡോളറിൻ്റെ വില കുതിച്ചു കയറുന്നുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം സാമ്പത്തിക പ്രതിസന്ധികൾ ഈ രാജ്യം നേരിടുന്നുണ്ട് എന്ന് അദ്ദേഹം ഇന്ത്യക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജ്യത്തിന് നൽകുന്ന ഉപദേശം, രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്തെന്നാൽ, നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണം, നിങ്ങൾ കഴിയുന്നത്ര വാഹനങ്ങൾ, സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കരുത്, പകരം ബസ്സോ തീവണ്ടിയോ മെട്രോയോ അതുപോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒഴിവാക്കി കഴിയുന്നതും വീട്ടിലിരുന്ന് പണിയെടുക്കണം, വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനത്തിലേക്ക് മാറണം. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചുരുക്കണം. വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, വിദേശത്തു നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾ ഉപേക്ഷിക്കണം. അതിലേറ്റവും പ്രധാനമായിട്ട് ഉപേക്ഷിക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാർ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സ്വർണം വാങ്ങൽ പരിപാടിക്ക് ഒരു കൊല്ലത്തേക്കെങ്കിലും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു. ഈ ഒരു കൊല്ലത്തേക്ക് ഇന്ത്യക്കാർ സ്വർണ്ണമൊന്നും വാങ്ങരുത് എന്നുള്ള പല 7 തരത്തിലുള്ള 7 ഇതിലുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. ഒരു 7 ചാർട്ടർ ഫോർമുല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് തീർച്ചയായും രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനാവശ്യമായി സ്വർണത്തിന് വേണ്ടി വലിയ തോതിൽ പണം ചിലവഴിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വീടുകളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണഖനി തന്നെയാണ്. ഈ സ്വർണ്ണമെല്ലാം കമ്പോളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടന കുതിച്ചു വരും. പക്ഷേ ഇതെല്ലാം പെട്ടിയിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ, ഇപ്പോൾ മുമ്പൊക്കെ യാത്രകൾ നടന്നിരുന്ന ആളുകൾ, സൈക്കിളിൽ പോയിരുന്ന ആളുകൾ ഇന്ന് കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു വീട്ടിൽ 2, 3, 4 കാറുണ്ട്. ഒരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു പത്തായം പോലെയുള്ള ഒരു വലിയ കാറുമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. സൈക്കിളിലോ സ്കൂട്ടറിലോ പോകുന്ന സ്ഥലത്ത് പോലും കാറിൽ മാത്രമാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചെലവുകൾ സ്വാഭാവികമായിട്ടും എണ്ണയുടെ വിലക്കയറ്റം സംഭവിക്കുന്നുണ്ട്. എണ്ണയുടെ ഷോർട്ടേജ് ഉണ്ട്, ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ആളുകൾ കഷ്ടത്തിലാണ്. 27 ദിവസം കഴിയാതെ ഒരാൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. ഹോട്ടലുകൾ പൂട്ടുകയാണ്. തൊഴിലാളികൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുകയാണ്. വലിയ പ്രതിസന്ധിയാണ് രാജ്യത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി നാട്ടുകാരെ ഉപദേശിക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു അച്ചടക്കം നിങ്ങൾ പാലിക്കണം. പക്ഷെ അവിടെ ഉയർന്നൊരു ചോദ്യം, ഈ അച്ചടക്കം എന്തുകൊണ്ടാണ് BJPയും അവരുടെ സഖ്യകക്ഷികളും പാലിക്കാൻ വിസമ്മതിച്ചത്? കഴിഞ്ഞ ഫെബ്രുവരി 18-ന് ശേഷമുള്ള ഓരോ നാളിലും ഇന്ത്യയിലെ കാര്യബോധമുള്ള എല്ലാ ആളുകളും, ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ഇന്ത്യൻ സമ്പദ്ഘടനയെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയായിട്ട് ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം മാറിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തടഞ്ഞതോടുകൂടി ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം സ്തംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചരക്ക് നീക്കം സ്തംഭിച്ചിട്ടുണ്ട്. അമേരിക്കയടക്കം എല്ലാ രാജ്യങ്ങളും വിലക്കയറ്റം കുതിച്ചു കയറുകയാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും ഈ വിലക്കയറ്റത്തിൻ്റെ ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് വാഹനഗതാഗതം ഒഴിവാക്കി, കാറുകളിൽ പോകുന്ന ഒഴിവാക്കി, ഹെലികോപ്റ്ററുകൾ ഒഴിവാക്കി, വിമാനങ്ങൾ ഒഴിവാക്കി, കാൽനടയായി പോകുന്നതിന് എന്തായിരുന്നു BJPക്ക് തടസ്സം?
BJP ബംഗാളിലും ആസാമിലും പോണ്ടിച്ചേരിയും അതുപോലെ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഒക്കെ നടത്തിയിരിക്കുന്ന, തമിഴ്നാട്ടിലൊക്കെ നടത്തിയിരിക്കുന്ന റാലികൾ, അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി വന്നിരിക്കുന്ന നേതാക്കൾ, അതിനുവേണ്ടി വന്നിരിക്കുന്ന ചിലവാക്കിയിരുന്ന പണം, അത് വലിയൊരു മഹാസംഖ്യ തന്നെയാണ് സംഭവിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും ഈ തരത്തിലുള്ള ചെലവ് കുറിച്ച് അദ്ദേഹം നാട്ടുകാരോട് പറയുകയേ ഉണ്ടായിട്ടില്ല. രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടിയൊക്കെ പൂട്ടി വോട്ടൊക്കെ കിട്ടി ആളൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോഴേ കാര്യം സാധിച്ചതിന് ശേഷം ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇനി മുണ്ട് മുറുക്കി കൊടുക്കണം. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വസ്തുതകൾ രാജ്യത്തെ ജനങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ, അവരെ അത് അറിയിക്കുന്നതിൽ, അവരോട് അവരുടെ കാര്യങ്ങൾ കൃത്യമായി വെട്ടിത്തുറന്ന് പറയുന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സത്യസന്ധത കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങളോട് സത്യസന്ധമായി സംസാരിക്കാത്ത, ജനങ്ങളോട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാത്ത, സ്വന്തം കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് രാജ്യ താല്പര്യത്തേക്കാൾ പ്രഥമ പരിഗണന കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ചോദിക്കുന്നത്. കാരണം രാജ്യത്തോട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിൽ മോഡി പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കക്ഷി രാഷ്ട്രീയപരമായ താല്പര്യങ്ങളാണ് മോഡി മുമ്പോട്ട് വെച്ചത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജയം കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം സോമനാഥത്തിലേക്ക് പോയിട്ട് ഒരു ജൈത്രയാത്ര നടത്തുകയാണ്. അവിടെയും പുഷ്പവൃഷ്ടിയുണ്ട്, ഹെലികോപ്റ്ററിൽ കുതിച്ച് പോയതുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഇന്ത്യൻ ജനങ്ങളോട് അദ്ദേഹം പറയുന്നതും അദ്ദേഹം സ്വന്തമായിട്ട് അനുഷ്ഠിക്കുന്നതും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ജനങ്ങൾ മുണ്ടുമുറുക്കിയെടുക്കണം, ജനങ്ങൾ നടന്നു പോകണം, ജനങ്ങൾ വീട്ടിൽ നിന്ന് പണിയെടുക്കണമെന്ന് പറയുന്ന സമയത്ത് പ്രധാനമന്ത്രി ഓഫീസിലിരുന്ന് പണിയെടുക്കാതെ രാജ്യം മുഴുക്കെ ഹെലികോപ്റ്ററുകളും വിമാനത്തിലുമായിട്ട് കുതിച്ചു പായുകയാണ്, അവരുടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഇതൊരു വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടയിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലൊന്ന് ഈ ഡോളറുമായിട്ട് ഇന്ത്യൻ നാണയത്തിൻ്റെ, ഇന്ത്യൻ റുപ്പിയുടെ വില താരതമ്യം കൂടുതൽ ഗുരുതരമായിട്ട് ഇന്ത്യക്ക് എതിരായിട്ട് വരികയാണ്. ഏറ്റവും അവസാനം 95 രൂപയെ ഭേദിച്ചുകൊണ്ട് ഒരു ഡോളറിന് 100 രൂപ എന്ന നിരക്കിലേക്ക് ഇന്ത്യൻ റുപ്പി കുതിച്ച് പോവുകയാണ്, താഴോട്ട് വീഴുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് നിന്ന് ഒരു ഇപ്പോൾ എണ്ണയോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ വാങ്ങാൻ അത്രയേറെ പണം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധം ഇനിയും തുറന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വിലക്കയറ്റം രൂക്ഷമാവും, തൊഴിലില്ലായ്മ രൂക്ഷമാവും. സാധാരണക്കാരായ ധാബകളിൽ പണിയെടുക്കുന്ന, ഹോട്ടലുകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് പോലും ഒരു ചെറിയ ജോലി, ഈ ഭക്ഷണ വിതരണം പോലെയുള്ള തൊഴിലുകളൊക്കെ ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഹോട്ടലുകൾ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ജനങ്ങൾ പട്ടിണിയുടെ വക്കത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ ഫെബ്രുവരി 28 മുതലുള്ള എല്ലാ ദിവസങ്ങളിലും ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ച് അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയായിരുന്നു. പക്ഷേ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അത് കഴിഞ്ഞ് മെയ്യിൽ പെട്ടിക തുറന്ന് തെരഞ്ഞെടുപ്പ് വിവരങ്ങളൊക്കെ അറിഞ്ഞ് അതിനുശേഷമാണ് ഇന്ത്യയിലെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നരേന്ദ്രമോദി തയ്യാറായിരിക്കുന്നത്. ഇത് തീർച്ചയായും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മര്യാദയില്ലായ്മ ആ വിഷയത്തിനകത്ത് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം എന്നുള്ളത് വഴിക്ക് ഒരു ആലോചന നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ ഇന്ത്യ രക്ഷപ്പെടുക എന്നതിനെക്കുറിച്ചൊരു ആലോചന നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ എനർജി സോഴ്സസിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ഇന്ത്യയുടെ പുതിയ ഊർജ്ജ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. സൗരോർജ്ജം മുതലുള്ള ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകളിലേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഗ്യാസ്, അതിൽ നിന്നുള്ള കുക്കിംഗ് അടക്കമുള്ള സംഗതികൾ, അതിന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റു മാർഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഈ സമയത്ത് പോലും രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ സ്വർണം വാങ്ങുന്നത് നിർത്തണം, നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണം, നിങ്ങൾ വീട്ടിൽ നിന്ന് പണിയെടുക്കണം എന്താ അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡ് പണിയെടുക്കുന്ന ആളുകൾ, ഈ കടലിൽ പോകുന്ന ആളുകൾ, ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ, ഈ ബസ്സിലും വാഹനത്തിലും ഓടിക്കുന്ന ആളുകൾ, മറ്റെല്ലാ തൊഴിലുകൾ എടുക്കുന്ന ആളുകൾ, പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ട ആളുകൾ, അവരാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും. വീട്ടിലിരുന്ന് പണിയെടുക്കാൻ കഴിയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ IT മേഖലയിലുള്ള വളരെ ചുരുക്കം പേര് മാത്രമാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിന് പുറത്തിറങ്ങി കൊടും വെയിലത്ത്, കൊടും മഴയത്ത്, കൊടും മഞ്ഞത്ത് പുറത്തിറങ്ങി വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ.
ഉള്ളൂ. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്നു പോകണം എന്നാണ് ഈ പ്രധാനമന്ത്രി അവരെ ഉപദേശിക്കുന്നത്. അതേ സമയത്തുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും നേതാക്കളുമൊക്കെ തന്നെ നിരന്തരം ഹെലികോപ്റ്ററുകളിൽ പാറിപ്പറന്ന് നടക്കുകയാണ്. ഇതാണ് ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ. ഒരു ഭാഗത്ത് അധികാരി വർഗം അവർക്ക് തോന്നിയ മാതിരി ജീവിക്കുന്നു, മറുഭാഗത്ത് ജനങ്ങൾ മുണ്ടുമുറുക്കി ജീവിക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്നു എന്നുള്ള ഒരു ദുരവസ്ഥയിലാണ് ഇന്ന് ഈ രാജ്യമുള്ളത്.